കേരളത്തിന് ലഭിക്കേണ്ട എയിംസിന് അനുമതി വൈകാൻ കാരണം മാനദണ്ഡങ്ങളുടെ ലംഘനം. സംസ്ഥാനം സ്ഥലം നിർദ്ദേശിച്ചത് പ്രാഥമിക വ്യവസ്ഥകളെല്ലാം ലംഘിച്ച് 4 സ്ഥലങ്ങൾ നിർദ്ദേശിക്കണം, കുറഞ്ഞത് 200 ഏക്കർ വേണം എന്നീ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നീക്കങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതിയും മാനദണ്ഡങ്ങൾ പാലിച്ചു എന്നതിൽ സർക്കാരിന് വ്യക്തമായ മറുപടിയില്ലെന്നും ഹൈക്കോടതി. ജനം ബിഗ് എക്സ്പോസ്. ഒരു സംസ്ഥാനത്തിന് എയിംസ് അനുവദിക്കണമെങ്കിൽ വ്യക്തമായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. തത്വത്തിൽ പ്രഖ്യാപനം കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ 3 മുതൽ 4 വരെ സ്ഥലങ്ങൾ നിർദ്ദേശിക്കണം. ഓരോ സ്ഥലത്തും കുറഞ്ഞത് 200 ഏക്കർ ഭൂമിയുണ്ടാകണം. 4 വരിപ്പാത വഴിയുള്ള റോഡ് കണക്ടിവിറ്റി, അതോടൊപ്പം വൈദ്യുതി, ജലവിതരണ സംവിധാനങ്ങളും ഉണ്ടാകണം. എന്നാൽ 2017 ജനുവരി 19 കേരളം കേന്ദ്രത്തിന് നൽകിയ ശുപാർശയിൽ പക്ഷേ കോഴിക്കോട് കിനാലൂരിലെ സ്ഥലം മാത്രം. 2022 ജൂൺ 17 ഇറക്കിയ ഉത്തരവിലും സർക്കാർ പരിഗണിക്കുന്നത് കിനാലൂരിലെ ഭൂമി. 2022 ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കൈമാറിയ KSIDCയുടെ കൈവശമുള്ള 151.58 ഏക്കർ സ്ഥലത്താണ് പദ്ധതി കൊണ്ടുവരാൻ സർക്കാർ ശുപാർശ ചെയ്തത്. എയിംസ് കൊണ്ടുവരാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ച വ്യവസ്ഥകളെല്ലാം ഇതോടെ ലംഘിക്കപ്പെട്ടു. കിനാലൂരിൽ റോഡ് നിർമ്മാണത്തിനടക്കം പ്രാദേശിക എതിർപ്പും നിലനിൽക്കുന്നു. സാമൂഹിക ആഘാത പഠനവും നടത്തിയിട്ടില്ല. തിരുവനന്തപുരം നെട്ടുകാൽത്തേരിയിലെ 263 ഏക്കർ, കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള 248 ഏക്കർ, എറണാകുളം HMDയുടെ 200 ഏക്കർ എന്നിങ്ങനെ 2014 നിർദ്ദേശിക്കപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയുന്ന ഭൂമികൾ അവഗണിച്ചാണ് കിനാലൂരിലെ സ്ഥലം മാത്രം സർക്കാർ പരിഗണിച്ചത്. മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചുള്ള സർക്കാർ നീക്കത്തിൽ ഹൈക്കോടതിയും സംശയം പ്രകടിപ്പിച്ചിരുന്നു. എയിംസുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജികൾ പരിഗണിക്കവേ എയിംസിനുള്ള സ്ഥലം നിർദ്ദേശിച്ചപ്പോൾ മാനദണ്ഡങ്ങൾ പാലിച്ചു എന്നതിൽ സർക്കാരിന് വ്യക്തമായ മറുപടിയില്ലെന്നായിരുന്നു ഹൈക്കോടതി നിരീക്ഷണം. വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ എയിംസിനുള്ള അപേക്ഷ നിരസിക്കപ്പെട്ടേക്കാമെന്നും കോടതി ആശങ്ക അറിയിച്ചിരുന്നു. കേരളത്തിന് സ്വന്തമായി ഒരു എയിംസ് എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ മാത്രമാണ് അതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 2021 ഫെബ്രുവരി 14 എറണാകുളം അമ്പലമുകളിലെ കൊച്ചിൻ റിഫൈനറീസിന്റെ ഉദ്ഘാടന വേളയിൽ കേരളത്തിന് പ്രധാനമന്ത്രി എയിംസ് വാഗ്ദാനവും നൽകി. പക്ഷേ മാനദണ്ഡങ്ങൾ അട്ടിമറിച്ച സംസ്ഥാന സർക്കാരിന്റെ തലതിരിഞ്ഞ നിലപാട് എയിംസ് എന്ന വലിയ സ്വപ്നത്തിന് മുകളിൽ പടർത്തുന്നത് ആശങ്കയുടെ കരിനിഴൽ. തിരുവനന്തപുരം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, ഡൽഹി ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ജനം.